നിങ്ങൾ ആരെ വിളിക്കുക? കിച്ചണിലെത്തി. നിങ്ങൾ എന്താ മനുഷ്യനാണ്? നിങ്ങൾ പുറത്തേക്ക് ഇരിക്കും. പേടിയാണ് സത്യം പറയാ. എന്ത് റഫാണെന്ന്? നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടോ? ആ, എനിക്ക് പ്രശ്നമുണ്ട്. പുറത്തേക്ക് അങ്ങോട്ട് നിൽക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുക. ഇനി എന്താണ് നിങ്ങൾക്ക് എത്രയോ പ്രശ്നമുണ്ടോ? എന്താ സംസാരിക്കുന്നേ? അന്യം നിന്ന് പോയൊരു കലാരൂപത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഈ ഒരു കലാരൂപത്തെക്കുറിച്ച് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും. കാരണം ഫാമിലി വ്ളോഗേഴ്സ് തുടങ്ങിയ ആ ഒരു കാലം മുതലേ ഈ ഒരു കലാരൂപം വളരെ ആക്റ്റീവായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് ഈ കലാരൂപത്തെ അത്രത്തോളം നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ എന്താണെങ്കിലും ഈ കലാരൂപം എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, യെസ്, പ്രാങ്ക് വീഡിയോസ് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് ഈ പ്രാങ്ക് വീഡിയോസ് എന്നുള്ളത് അല്ലേ. ഈ ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ നല്ല ആക്റ്റീവ് ആയിരുന്ന സമയത്ത് പ്രാങ്ക് വീഡിയോസ് ഒരു കാലത്ത് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. അപ്പൊ ഈ ഒരു പോപ്പുലാരിറ്റി ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഡിമ്മായി നിൽക്കുന്ന സമയത്ത് വീണ്ടും പ്രേക്ഷകർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് നമ്മുടെ ടി ഫാമിലി ഒരു പുതിയ തരത്തിലുള്ള ഒരു പ്രാങ്കുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണെങ്കിലും ആ പ്രാങ്ക് എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അവരുടെ എന്താണ് അത് എന്നുള്ളതൊന്ന് അറിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ഞാൻ എന്താക്കണ പർദ്ദ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ പർദ്ദ വെച്ചിട്ട് നമ്മളെ പ്ലാനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സബ്സ്ക്രൈബർ ആയിട്ട് നമ്മളെ വീട്ടിലേക്ക് നമ്മൾ പോകും. അപ്പൊ ഷെമി എന്തായാലും ഷെമി ആണല്ലോ ഉണ്ടാകുക, ഞാൻ ഉണ്ടാവില്ലല്ലോ, ഞാനാണോ ഈ പെണ്ണ്. അപ്പൊ ഏതായാലും അങ്ങനെ പോയിട്ട് അവിടുന്ന് ഷെമി എങ്ങനെ റിയാക്ട് ചെയ്യും, അതായത് ഒരാൾ പെട്ടെന്നൊരു വീട്ടിലേക്ക് ക്യാമറയൊക്കെ ആയിട്ട് പുറത്ത് നമ്മൾ അറിയാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ ക്യാമറ എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒരു ഇതുണ്ടാവുമല്ലോ. ആ ഒരു സാധനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താ ഓള് പേടിക്കണം, അങ്ങനെ ഒരു പേടിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഏതായാലും നമ്മൾ നോക്കാം എത്രത്തോളം. ഞാൻ പിന്നെയും പറയാണ്, ഇത് സക്സസ് ആകുമോ എന്നുള്ള കാര്യം അറിയില്ല. കാരണം അന്നൊക്കെ ഷെമി ചെറിയൊരു പൊട്ടത്തിയായിരുന്നു. പക്ഷെ ഇപ്പൊ അതാണോ ഉള്ള കാര്യം നമുക്ക് ആണോ ചിലപ്പോൾ പറയാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ ട്രൈ ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും ഞാൻ എന്താക്കണം, ആദ്യം ഡ്രസ്സുകളൊക്കെ ഒന്ന് മാറ്റട്ടെ ഗൈസ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താക്കണം, ഉമ്മൻ്റെ പർദ്ദ എടുത്തതാണ്. പിന്നെ അതുപോലെ ചെരുപ്പ് വരെ നമ്മൾ മാറ്റുന്നുണ്ട്. ഒരു നിലക്കും നമ്മൾ ഡൗട്ട് കൊടുക്കാത്ത രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും പേടി എന്താണെന്ന് അറിയാം ഉപാസേ, ഈ സൗണ്ട് ഇല്ലേ, അതാണ് പേടിക്ക്. ഈ എന്താ പറയുക സംസാരം. ഞാൻ വിചാരിച്ചത് ഹലോ ഇത്താ ഇവിടെ ഫാമിലി ആ ഒരു ടൈപ്പാണ് ഞാൻ വിചാരിക്കുന്നത്. കേട്ടിട്ട് എങ്ങനെ തോന്നുന്നു? സൗണ്ടിന്റെ കാര്യമാണ് എനിക്ക് പേടിയുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ ഹിജാബൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാവില്ലായിരിക്കും. ഇല്ല അല്ല അതൊന്നും ഉണ്ടാവില്ലായിരിക്കും. മറ്റേ എന്താ പറയാ സൗണ്ടിന്റെ കാര്യമാണ്. ബാക്കിയുള്ള കാര്യം എനിക്ക് പേടിയില്ല. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ സൗണ്ടിന്റെ കാര്യം, സൗണ്ടോള് പിടിച്ചു കഴിഞ്ഞാലാണ് പ്രശ്നം അല്ലേ. അതാണ് നമുക്കൊരു പേടിയുള്ള കാര്യം ഗീസ്. അപ്പോൾ ഏതായാലും ഇതാക്കുന്ന പർദ്ദയൊക്കെ മാറ്റി ഗീസ്. ആഹാ അന്തസ് കണ്ട അന്തസ്. ഓക്കെ, ഇനി നമ്മളിതാക്കുന്ന നമ്മളെ തട്ടം ഇടാൻ പോവുകയാണ് ഗീസ്. ഓക്കെ ബാസേ വാ. മുടിയാണെങ്കിൽ പാർലറിൽ പോയിട്ടും കാര്യമില്ലാതെ മുടി ഇവിടെ ഇതൊക്കെ പറ്റൂലേ മക്കനെ. ഇതിങ്ങോട്ട് ഇടിയായില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇൻസ്റ്റയിലല്ല ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ ആയില്ലേ? അസ്സലാമലൈക്കും. എല്ലാം റെഡി ആയോ? ഇത് ഞാൻ പറയുന്ന എന്താ പെണ്ണുങ്ങളെ കല്യാണ പെണ്ണുങ്ങളായിരിക്കും ഇപ്പോ. കണ്ണോ? ഇങ്ങനെ പഠിച്ചാൽ പേടിച്ച് അടുക്കണ കണ്ണൊന്നും എഴുതൂല. വ്ലോഗ് എടുക്കും കണ്ണൊന്നും എഴുതൂല. ഷെഫി ഷെമി ഇവരെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ടതില്ല. കാരണം എല്ലാവർക്കും അറിയുന്നതാണ്. അവരുടെ പ്രായം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. പലപ്പോഴും ഉമ്മയാണോ ഇത് എന്ന് ഷെഫിയോട് ചോദിക്കാറുണ്ട്. ഷെമി ഭാര്യ, ഭർത്താവിനേക്കാൾ കൂടുതൽ പ്രായമുള്ള ഭാര്യയാണ്. ഇത് പറയുന്നത് കൊണ്ടൊരു പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. കാരണം പല ആളുകളും പറയാറുണ്ട്, നിങ്ങളിത് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് അവരെ അവഹേളിക്കാനല്ലേ എന്ന് പറയാറുണ്ട്. എന്തിന് ഞാൻ അവഹേളിക്കുന്നു? അവരെന്നെ അത് പബ്ലിക്കായിട്ട് വന്ന് പറയുന്ന കാര്യമാണ്. മാത്രമല്ല എത്ര ഏജ് ഡിഫറൻസ് ഉണ്ടെന്ന് അവർ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ബട്ട് അവരുടെ ഈ ഒരു ഏജ് ഗ്യാപ്പ് കൊണ്ട് തന്നെയാണ് അവർ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറി പോയത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്താണെങ്കിലും ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നാണ് പറയാറുള്ളത്. മനസ്സുകൊണ്ട് അടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ താത്ത അമ്മ റെഡിയാക്കി തരാത്താ.
തായിന് ബേബി. അപ്പോൾ മനസ്സുകൊണ്ട് റെഡിയായി ജീവിക്കാൻ പറ്റുന്ന രണ്ട് മനുഷ്യന്മാരാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ദേ ക്യാൻ ലിവ് ഹാപ്പിലി എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു വീഡിയോയില് നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെമിയെ പ്രാങ്ക് ചെയ്യാൻ പോയി. ഇങ്ങനെ പർദ്ദയൊക്കെ ഇട്ട് എന്താ പറയാ മുഖമക്കനൊക്കെ ഇട്ടിട്ട് വേറൊരാൾ ഒരു സബ്സ്ക്രൈബർ അതല്ലാതെ ഒരു ഫോളോവർ എന്നുള്ള രീതിയിൽ ഷെമിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഷെമിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം അവര് എങ്ങനെ റിയാക്ട് ചെയ്യും, ഈ ഷെമിത്ത എങ്ങനെ റിയാക്ട് ചെയ്യും, അവരുടെ റിയാക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ പ്രാങ്കിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഷെഫിയുടെ ആ ഒരു വിജൃംഭിച്ച കോലം നമ്മൾ കണ്ടു. അതായത് അബായൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന ഒരു പുരുഷനാണെന്നുള്ളത്. ഒന്നാമത് ഹൈറ്റ് കണ്ടാൽ മനസ്സിലാവും. ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ നല്ല ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോഡിന്റെ ഫിസിക്ക്, സ്ത്രീകളെ ശരീര പ്രകൃതി ആവില്ല പുരുഷന്മാരെ, അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. രണ്ടാമത്തത് കണ്ണ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ണ് കണ്ടുകഴിഞ്ഞാൽ ഏത് ഭാര്യക്കാണ് ഭർത്താവിന്റെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാത്തത്? ഇതൊക്കെ മനസ്സിലാകും എന്നിരിക്കെ ഈ പ്രാങ്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. വീട്ടിലെത്തി പിന്നെ ഇതാക്കുന്ന ഇവിടുന്ന് ചെറിയൊരു ചേഞ്ച് ഒക്കെ കൊണ്ടുവന്നു കേട്ടോ. മുത്തമ്മ പിന്നോട് പറഞ്ഞിട്ടൊന്ന് മാറ്റിക്കാറ് അങ്ങനെ മാറ്റിക്കിന്. ഇപ്പൊ ഏതായാലും വീട്ടിലെത്തി ബെല്ലടിച്ചു നോക്കെ. ബൈക്ക് ഞാൻ പുറത്ത് വെച്ചാട്ടോ, കൈ കാണരുത് ഇങ്ങോട്ട് കയറിക്കാട്ടെ. ആരെങ്കിലും കണ്ടാലോ ഫോണ് എങ്ങനെ വെക്കാം. ഇങ്ങനെ വെക്കാം. അപ്പൊ പിന്നെ പറത്തേക്ക്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ആരാ? ഞാനിങ്ങനെ വീഡിയോ കാണലുണ്ട്, അങ്ങനെ വന്നതാ. കേറിക്കോളി. ഇവിടെ ആരുമില്ലേ? ഇതാണോ പടുത്ത് വാങ്ങിയിട്ട് പോയി? ആ വീഡിയോ ഒക്കെ കാണലുണ്ട് കേട്ടോ. ഇരിക്കി. എന്തെടുക്കാനിവിടെ? ഒന്നുമില്ല, ഞാൻ വെറുതെ ഇരുന്നായിരുന്നു. നിങ്ങൾ ഒറ്റക്കുള്ളൂ? വേറെ ആരുണ്ടോ? ഞാൻ ഒറ്റയ്ക്കല്ല മോളെ. ഷെഫി ഇവിടെ ഇല്ല. എവിടെ പോയി? പുറത്തു പോയതാ. ഓ ഇന്നെന്താ വീഡിയോ എടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ, അത് ഫോൺ എടുത്ത് ഞാനും വ്ലോഗൊക്കെ ചെയ്യുന്നുണ്ട്. വീഡിയോ എടുക്കണേ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഷെഫിനെ വിളിച്ചിട്ട് നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാം. അപ്പൊ കേസ് നമ്മൾ ഇതാക്കണ ഇപ്പോൾ ടി ഫാമിലിന്റെ വീട്ടിലാണ് കേട്ടുള്ളത്. ഇവിടെ ഷെമി മാത്രമല്ല, ഷെഫി പുറത്തു പോയതാ. ഓ ഷെഫി പുറത്തു പോയതാന്നാ പറഞ്ഞത്. പിന്നെന്താ ഇങ്ങനെ നിങ്ങൾ വീഡിയോ എടുക്കണ്ട, കാരണം ഷെഫി ഇവിടെ അല്ലല്ലോ. വന്നിട്ട് ഞാൻ വിളിച്ചു നോക്കിയിട്ട് നമുക്ക് ഒന്നിച്ച് ഫോട്ടോ വീഡിയോ. വെള്ളം എന്തെങ്കിലും ഉണ്ടോ? വെള്ളം നിങ്ങൾ ഇരിക്കി. ഞാൻ ഇവിടെ ഇരുന്നോടാ. വീഡിയോ എടുക്കണേ കുഴപ്പമുണ്ടോ? ഞാൻ ചോദിച്ചിട്ട് എടുക്കാം. നിങ്ങൾ അങ്ങനെ വീഡിയോ എടുക്കല്ല, ആരോ വന്നാലൊന്നും ചോദിക്കാണ്ട്. നിങ്ങൾക്ക് അഹങ്കാരാണോ നിങ്ങൾക്ക്? നിങ്ങളൊരു കാര്യം ഓർക്കണം, ഞങ്ങളൊക്കെ കണ്ടിട്ടാട്ടോ നിങ്ങൾക്ക് ന്യൂസ് വരുന്നത്. ഇട്ടാ നിങ്ങൾ ആരെ വിളിക്കുക? കിച്ചണിലെത്തി. നിങ്ങൾ എന്താ മനുഷ്യനാണ്? നിങ്ങൾ പുറത്തേക്ക് ഇരിക്കും. പേടിയാണ് സത്യം പറയാ. എന്ത് റഫാണെന്ന്? നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടോ? ആ എനിക്ക് പ്രശ്നമുണ്ട്. പുറത്തേക്ക് അങ്ങോട്ട് നിൽക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങും. ഇനി എന്താണ്? നിങ്ങൾ വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ. ഇന്നലെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. അതൊക്കെ മര്യാദ ഉണ്ടായിട്ടാണോ? എനിക്ക് നല്ല പരിചയം ഉണ്ടല്ലോ ഈ പർദ്ദ. ഏത് പർദ്ദ? ഈ പർദ്ദ മാത്രമേ പരിചയമുള്ളൂ, പിന്നെ പരിചയമല്ല. ശരിക്കും അല്ല ഇതൊക്കെ വീഡിയോ എടുത്തുക്കണം. അല്ല പർദ്ദ, പക്ഷെ ഞാൻ താഴത്തുടേ നടത്ത പർദ്ദ എങ്ങനെയാ മനസ്സിലാവുക? ഇത് മാറിന് നമുക്ക് വാങ്ങി ഞാൻ അവിടെ. അപ്പം എന്താണെങ്കിലും ഈ പ്രാങ്കിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടല്ലോ. ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും പറയാനേ പറ്റില്ല ഇതൊരു പ്ലാൻഡ് പ്രാങ്ക് ആയിരുന്നു. ഒന്നാമത്തത് രണ്ടുപേരും മൈക്ക് ധരിച്ചിട്ടുണ്ട്, അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലോ ഇതൊരു പ്രാങ്ക് ആണെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഷെഫി അകത്തേക്ക് വന്ന ടൈമിൽ, അതായത് ഈ പുതിയ സബ്സ്ക്രൈബർ ആണെന്നുള്ള രീതിയിൽ ഇതെല്ലാം കെട്ടിക്കുട്ടി വന്ന സമയത്ത് തന്നെ ഷെമി ഡോറ് ക്ലോസ് ചെയ്തു. പുറത്തുനിന്ന് വരുന്ന ആരെങ്കിലും വിശ്വാസമില്ലാതെ നമ്മൾ അകത്ത് കയറ്റി ഇരുത്തും.
പരിചയമില്ലാത്ത, അതും ഹലോ എന്ന് പറയുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകുന്ന ഒരു പുരുഷനാണെന്നുള്ളത്. പക്ഷെ ഷെഫി അങ്ങനെ സൗണ്ട് മാറ്റിയിട്ട് സംസാരിച്ചിട്ട് ഷെമിക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഇവളൊരു പൊട്ടത്തിയാണ്, ആദ്യം ഒരു പൊട്ടത്തിയായിരുന്നു, ഇപ്പം എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ഭാര്യനെ എല്ലാവരുടെയും മുന്നിൽ ഒരു കോമാളിയാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമായിരുന്നു ഷെഫി ആക്ച്വലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ട്രാജഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. കോമഡി ഒരുപാട് പേര് ആസ്വദിക്കുന്ന ആളുകളുണ്ടാവും, പക്ഷേ ഇതൊരു പ്ലാൻഡ് സാധനമായിരുന്നു എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ ഡോർ അടച്ച കാര്യം പറഞ്ഞു. പിന്നെ കിച്ചണിലേക്ക് പോകുമ്പോഴൊക്കെ എങ്ങനെയായിരിക്കും ഒരു സ്ത്രീ റിയാക്ട് ചെയ്യുക? നിങ്ങൾ വീഡിയോ എടുക്കണ്ട അങ്ങനെയാണോ പറയുക? അല്ലാന്നുണ്ടെങ്കിൽ ഷൗട്ട് ചെയ്തിട്ട് പുറത്താക്കിയില്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ? എന്ത് ധൈര്യത്തിലാണ് പുറത്ത് അപായക്കെട്ട് വന്ന ഒരു പുരുഷന്റെ ഹൈറ്റുള്ള പുരുഷന്റെ കണ്ണുള്ള ഒരാളെ വീടിനകത്തേക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് കയറ്റുക? ഇത് ഭർത്താവാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ്. മാത്രമല്ല മൈക്ക് വെച്ചിട്ട് ആ മൈക്ക് നമുക്ക് കറക്റ്റായിട്ട് ഷെമിയുടെ സൗണ്ട് കേൾക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൗണ്ട് കേൾക്കൂല അല്ലേ? മൈക്ക് ഫോൺ ഇപ്പം എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് സൗണ്ട് നമുക്ക് കേൾക്കില്ല. പക്ഷെ ഇതിൽ സൗണ്ട് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല വീഡിയോ എടുക്കുന്ന ഫോണ് ഇത് ആദ്യമായിട്ട് ഷെമി കാണുന്ന ഫോണാണോ? പിന്നെ അതുവരെ അപായ കണ്ടിട്ടില്ല, ലാസ്റ്റാണ് അപായ ശ്രദ്ധിച്ചത്. ഇത് ഞാൻ എവിടെയോ അപായ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ പാളിപ്പോയൊരു പ്രാങ്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഒരുപാട് പേർക്ക് ഇതന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. എനിക്ക് അവരെ കമന്റ് ബോക്സ് കണ്ടപ്പോൾ മനസ്സിലായി ഇത് പ്ലാൻ ചെയ്തിട്ടുള്ള പ്രാങ്ക് ആണെന്ന് ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് കാലത്തിന് ശേഷം ഒരു പ്രാങ്ക് കാണാൻ പറ്റിയതിലൊരു സന്തോഷം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഒരു ചീറ്റിയ പ്രാങ്ക് തമാശയായിട്ട് ഞാനിത് എടുത്തിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഒരു ചെറിയ തമാശ രൂപേണ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ് മൈ ഡിയേഴ്സ്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള പ്രാങ്ക് വീഡിയോസൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ശരി, ടേക്ക് കെയർ, ബൈ.